I wish all my dear students a wonderful day. Today, in this session, we are going to discuss Ode to Autumn, written by John Keats. Ode to Autumn. John Keats, born in 1795 and died in 1821. John Keats was born in 1795 as a son of Thomas Keats, a stable keeper, and Frances Keats. He was raised in Moorfields in London and attended the Clark School in Enfield. After the death of his father due to an accident in 1805 and his mother due to tuberculosis in 1810, he and his three siblings were brought up by his uncle Richard Abbey. ജോൺ കീറ്റ്സ് ജനിച്ചു വളർന്നത് മൂർഫീൽഡ്സ് ലണ്ടനിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തോമസ് കീറ്റ്സും ഫ്രാൻസിസ് കീറ്റ്സുമാണ്. അദ്ദേഹം 1795 ജനിച്ചത്. മരിച്ചത് 1821. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പഠനമെല്ലാം നിർവഹിച്ചത് ക്ലാർക്ക് സ്കൂൾ, എൻഫീൽഡിലെ ക്ലാർക്ക് സ്കൂളിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയായിരുന്നു. 1805 അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഫ്രാൻസിസ് കീറ്റ്സ് മരണപ്പെടുന്നത് 1810. അതിനുശേഷം റിച്ചാർഡ് ആബേ എന്ന അദ്ദേഹത്തിൻ്റെ അങ്കിളിനോടൊപ്പമായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ 3 സഹോദരങ്ങളോടൊപ്പം റിച്ചാർഡ് ആബേയുടെ വീട്ടിലാണ് അദ്ദേഹം വളർന്നത്. അപ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയേറെ വിഷമഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും മരണം, അതും ഒരാൾ അപകട മരണവും മറ്റൊരാൾ ട്യൂബർക്യുലോസിസ് എന്ന അന്നത്തെ കാലത്ത് ക്യൂർ ചെയ്യാൻ കഴിയാത്ത ഒരു അസുഖം മൂലവും മരണപ്പെടുകയായിരുന്നു. ജോൺ കീറ്റ്സും മരണപ്പെടുന്നത് ട്യൂബർക്യുലോസിസ് എന്ന ഈ അസുഖം ബാധിച്ചു തന്നെയാണ്. വളരെ യങ് ഏജിലാണ് ജോൺ കീറ്റ്സ് മരണപ്പെടുകയും ചെയ്യുന്നത്. Realizing that his true vocation was writing, he gave up his apprenticeship to become an apothecary in 1816. After being financially independent at the age of 21, with his inheritance of his grandparents, he published the first poem, O Solitude, in 1815, with the help of his friend Leigh Hunt in Examiner. അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ വേണ്ടി ഒരു ജീവനോപാധി എന്ന നിലയിൽ ഒരു അപ്രൻറ്റിസ്ഷിപ്പ് എടുത്തിരുന്നു. അതായത് ഏതെങ്കിലും ഒരു ജോലിയിൽ പ്രാവീണ്യമുള്ള ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനാണ് അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് പറയുന്നത്. ഒരു അപ്പോത്തിക്കറി ആരാണ്? ചെറിയ ചെറിയ മരുന്ന്, ഡോക്ടറല്ല, പക്ഷേ ചെറിയ ചെറിയ മരുന്നുകളെല്ലാം, മുറിവൈദ്യൻ എന്നെല്ലാം പറയും. അത്തരത്തിൽ ചെറിയ ചെറിയ മരുന്നുകളെല്ലാം കൊടുക്കും. ചിലപ്പോൾ ഒരു മന്ത്രവാദത്തിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെല്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് അവരിൽ വിശ്വാസമുണ്ടാവും. അത്തരത്തിൽ ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പോത്തിക്കറി എന്ന് പറയുന്നത്. ഹി ഗിവ് അപ്പ് ദ അപ്രന്റീസ്ഷിപ്പ് ടു ബിക്കം ആൻ അപ്പോത്തിക്കറി ഇൻ 1816, റിയലൈസിങ് ദാറ്റ് ഹിസ് ട്രൂ വൊക്കേഷൻ ഈസ് റൈറ്റിംഗ്. അദ്ദേഹത്തിന് എഴുത്തിൻ്റെ ലോകത്താണ് അദ്ദേഹത്തിൻ്റെ കഴിവുള്ളത് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ആ എഴുത്തിൻ്റെ ലോകത്തേക്ക് അദ്ദേഹം പതിയെ പോവുകയും ചെയ്തു. 21 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് ലഭിച്ച സ്വത്തുക്കളാൽ കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം നേടിയതിന് ശേഷം അദ്ദേഹം ആദ്യമായി 1815 ഓ സോളിറ്റ്യൂഡ് എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി പബ്ലിഷ് ചെയ്തു. അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ലേയ് ഹണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ്. അദ്ദേഹം ഒരു പബ്ലിഷർ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പബ്ലിഷിംഗ് ആയിട്ടുള്ള പേപ്പറാണ് ദ എക്സാമിനർ. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ, അതായത് ജോൺ കീറ്റ്സ് തൻ്റെ കവിതകൾ പബ്ലിഷ് ചെയ്തിരുന്നത്. ദിസ് ഈസ് എ പിക്ചർ ഓഫ് ലേയ് ഹണ്ട് ആൻഡ് ദിസ് ഈസ് എ പിക്ചർ ഓഫ് ദ എക്സാമിനർ. It was followed by his first major poem, On Looking into Chapman's Homer, published in the year 1816. In 1818, Keats' famous long poem Endymion, which begins with the famous line,
A Thing of Beauty is Joy Forever got published and met with negative reviews in Blackwood and Quarterly. അദ്ദേഹം ഓ സോളിറ്റ്യൂഡ് എന്ന ബുക്കിന് ശേഷം, അല്ലെങ്കിൽ ആ കവിതകളുടെ കളക്ഷന് ശേഷം പിന്നീട് പബ്ലിഷ് ചെയ്തതാണ് ഓൺ ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ. 1816 ഈ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം 1818 ഇൻ 1818 ഹി പബ്ലിഷ്ഡ് എൻഡിമിയൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വർക്കാണ് എൻഡിമിയൻ. അതിലെ അതിപ്രശസ്തമായിട്ടുള്ള ലൈനാണ് എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് ജോയ് ഫോർ എവർ. അദ്ദേഹത്തിൻ്റെ എൻഡിമിയൻ്റെ പബ്ലിക്കേഷന് ശേഷം അന്ന് നിലവിലുണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട റിവ്യൂസ് മാഗസീൻസുകളാണ് ബ്ലാക്ക്വുഡും ക്വാർട്ടർലി മാഗസീൻസും. ഇവ രണ്ടും ആ ഒരു വർക്കായിട്ടുള്ള എൻഡിമിയനെ മോശമായി കണ്ടുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് എല്ലാം പുറപ്പെടുവിച്ചിരുന്നു. Remember Blackwood and Quarterly magazines. And also remember the first line of Endymion, a thing of beauty is joy for ever. From Endymion. He met his lover Fanny Brown for the first time in August the same year, and he got engaged the next year in 1819, which is considered as the Annus mirabilis in his career. അദ്ദേഹത്തിൻ്റെ പ്രണയിനിയായിട്ടുള്ള ഫാനി ബ്രൗണിനെ കണ്ടെത്തുകയും അവരെ വിവാഹം ചെയ്യുകയും ചെയ്തിരുന്നു. This is a picture of Fanny Brown and John Keats. What a lovely couple, right? He published many works. In 1819, which is considered as Annus mirabilis in his career, Keats wrote 6 odes and The Eve of St. Agnes, The Eve of St. Mark, La Belle Dame Sans Mercy, and Lamia I and Lamia II. In December 1819, John realized his fate too would be no different from his mother and the younger brother Tom, who died in 1818. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു വർഷമാണ് 1819 ഇൻ 1819. ആ ഒരു വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആനസ് മിറാബിലസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ആനസ് മിറാബിലസ്? ആനസ് മീൻസ് ഇയർ, മിറാബിലസ് മീൻസ് വണ്ടർഫുൾ. സോ ദ വണ്ടർഫുൾ ഇയർ ഇൻ ദ കരിയർ ഓഫ് ജോൺ കീറ്റ്സ്. അതാണ് ആനസ് മിറാബിലസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഏറ്റവും മഹത്തരമായിട്ടുള്ള വർഷം. അപ്പോൾ ജോൺ കീറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കൃതികളെല്ലാം പുറത്തു വന്നത് 1819. അതുകൊണ്ട് തന്നെ ജോൺ കീറ്റ്സ് ആനസ് മിറാബിലസ് ഈസ് ദ ഇയർ 1819. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? ഹി റോട്ട് ആൻഡ് പബ്ലിഷ് 6 ഓഡ്സ്, 6ഓളം ഓഡ്സ്. ഓഡ് എന്താണ്? ഓഡ് ഇസ് എ ലിറിക്കൽ പോയം വിച്ച് പ്രൈസസ് സംവൺ ഓർ സംതിങ്. എന്തെങ്കിലും ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കവിത എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓഡ് എന്ന് പറയും. ഇറ്റ് ഇസ് എ ലിറിക്സ്, സോ ഇറ്റ് ഈസ് മെൻറ്റ് ടു സിങ്. അത് ആലാപനത്തിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള കവിതകളെല്ലാം ഉപയോഗിക്കുന്നത്. സോ ഹി റോട്ട് 6 ഓഡ്സ്, 6 ഓഡുകൾ ജോൺ കീറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഏതെല്ലാമാണത്? ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ, ഓഡ് ഓൺ ഇൻഡലൻസ്, ഓഡ് ഓൺ മെലൻകളി, ഓഡ് ടു ദ നൈറ്റിംഗേൽ, ഓഡ് ടു സൈക്കി, ഓഡ് ടു ഓട്ടം. അതിലെ ഓഡ് ടു ഓട്ടമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹം ആ വർഷത്തിൽ ഈ 6 ഓഡ്സ് മാത്രമല്ല, ഈവ് ഓഫ് സെൻറ്റ് ആഗ്നസ്, ഈവ് ഓഫ് സെൻറ്റ് മാർക്ക്, ലാ ബെൽ ഡാം സാൻസ് മേഴ്സി, ലാമിയ I ആൻഡ് ലാമിയ II, അങ്ങനെ ധാരാളം കവിതകൾ ആ 1819 എന്ന വർഷത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പതിയെ തിരിച്ചറിയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുന്നതെല്ലാം മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ യങ്ങർ ബ്രദറായിട്ടുള്ള ഏറ്റവും ചെറിയ സഹോദരനായിട്ടുള്ള ടോമും മരിക്കാനും കാരണം ട്യൂബർക്യുലോസിസ് ആണ്. അതേ ട്യൂബർക്യുലോസിസ് തൻ്റെ ശരീരത്തെയും ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പതിയെ മനസ്സിലാക്കുകയായിരുന്നു 1818 ആകുമ്പോഴേക്കും.
In 1820, his health having further deteriorated, he moved to Rome, bidding a tear adieu to Fanny Brown, in search of better climate and improved health. 1820, in 1820, he bid farewell to Fanny Brown and went to Rome. അദ്ദേഹം 1820 ആകുമ്പോഴേക്കും ഫാനി ബ്രൗണിനോട് വിട പറഞ്ഞ് റോമിലേക്ക് യാത്ര തിരിച്ചു. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം റോമിലേക്ക് പോയത്? ഫോർ ബെറ്റർ ക്ലൈമറ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് ഹെൽത്ത്. അദ്ദേഹത്തിൻ്റെ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ചിന് വേണ്ടിയുമെല്ലാം അദ്ദേഹം റോമിലേക്ക് യാത്ര തിരിച്ചു. ഹി ബ്രെത്ത് ഹിസ് ലാസ്റ്റ് ഇൻ 1821 in Rome and was buried there. Shelley's famous poem Annus, 1821, was an elegy written in memory of his great poet friend. അദ്ദേഹം റോമിൽ ചെല്ലുകയും പിറ്റേത്തെ വർഷം 1821 അദ്ദേഹം റോമിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശവകുടീരവും റോമിലാണുള്ളത്. ദിസ് ഈസ് എ പിക്ചർ ഓഫ് ഹിസ് ടൂംബ്. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൻ്റെ ഒരു ചിത്രമാണിത്. അവിടെ അദ്ദേഹത്തിൻ്റെ പേരെല്ലാം എഴുതിയിരിക്കുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയ്ക്ക് മുകളിൽ എഴുതിയിട്ടുള്ള ലൈൻസ് ശ്രദ്ധിക്കാം. ഹിയർ ലൈസ് വൺ ഹൂസ് നെയിം വാസ് റിട്ടൺ ഇൻ വാട്ടർ. യെസ്, ഷെല്ലി wrote famous poem Annus in 1821. 1821 ഷെല്ലി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ജോൺ കീറ്റ്സിനെ ഓർത്തുകൊണ്ട് എഴുതിയ കവിതയാണ് അഡോണെ. ക്ലിയർ? ഇറ്റ് ഈസ് എൻ എലിജി. എലിജി മീൻസ് വാട്ട്? ഒരു ശോക കാവ്യമാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് എഴുതുന്ന കവിതകളെയാണ് എലിജി എന്നെല്ലാം പറയുന്നത്. ഓക്കെ. The major themes in the poems of John Keats were reciprocal concerns of the ephemeral nature of life in contrast to the transcendence of art. The close contrast between imagined ideal versus the experienced real and the pagan celebration of sensuous beauty of nature. Besides these, Keats dwelt in the romantic exploration of nature and fierceness. As a person who witnessed the force of death during every stages of his life, he was preoccupied with the idea of mortality in most of his lyrics. Accordingly, he explains the inseparability of the opposites pleasure and pain, joy and sorrow, life and death, and happiness and melancholy. Besides, Keatsian poetry is celebrated for the mystical female figures of love, ambition and poesy against the medieval chivalrous masculine world. ജോൺ കീറ്റ്സ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഏറ്റവും അധികം പ്രകൃതിയെയാണ് പ്രകീർത്തിച്ചിട്ടുള്ളത്. കലയെ പ്രകീർത്തിക്കുന്ന ഒരു ശീലം അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വേറിട്ട് ചിന്തിച്ചിരുന്നൊരു വ്യക്തിയാണ് ജോൺ കീറ്റ്സ്. അദ്ദേഹം പ്രകൃതിയെ വർണ്ണിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹം എപ്പോഴും വൈരുദ്ധ്യങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. ഒരു പരമോന്നതമായിട്ടുള്ള, ഒരു ഐഡിയൽ ആയിട്ടുള്ള വസ്തുക്കളെ പ്രകീർത്തിക്കുന്നതിനേക്കാളും അദ്ദേഹം റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ ആഘോഷിക്കാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം എപ്പോഴും പ്രകൃതിയുടെ മനോഹാരിതയെ വർണ്ണിക്കാനാണ് ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ളത്. പ്രകൃതിയിലുള്ള ആ മനോഹരവും അതേപോലെ ഭീകരമായിട്ടുള്ള, അതായത് ഫെറോഷ്യസ് ആയിട്ടുള്ള ബ്യൂട്ടിയെയും അദ്ദേഹം ഒരുപോലെ ആസ്വദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചെറുതായി ഒന്ന് നോക്കിയിരുന്നു. അപ്പോഴെന്താണ് മനസ്സിലാക്കിയത്? ധാരാളം മരണം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടിക്കടി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തെ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് നോക്കിക്കണ്ടിരുന്നത്. മനുഷ്യൻ മരണത്തിന് അതീതനല്ല എന്നും അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം ഉൾക്കൊള്ളിച്ചിരുന്നു. എപ്പോഴും ഒരു ഡ്യുവാലിറ്റിയെ, അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെ അദ്ദേഹം പ്രകീർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഓപ്പോസിറ്റ്സ് ലൈക്ക് പ്ലഷർ ആൻഡ് പെയിൻ, ജോയ് ആൻഡ് സോറോ, ലൈഫ് ആൻഡ് ഡെത്ത്, ഹാപ്പിനെസ് ആൻഡ് മെലൻകളി. അങ്ങനെ വൈരുദ്ധ്യമായിട്ടുള്ള പല കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ആഘോഷിച്ചിട്ടുണ്ട്. കീറ്റ്സിയൻ കവിതകളിൽ എപ്പോഴും നമുക്ക് ഒരു സ്ത്രീ, മനോഹരിയായിട്ടുള്ളൊരു സ്ത്രീ
പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അന്നത്തെ കാലഘട്ടങ്ങളിൽ മിഡീവൽ ഷിവൽറസ് മാസ്കുലിൻ ആയിട്ടുള്ള ഫിഗറുകളാണ് കവികൾ പൊതുവെ പ്രകീർത്തിച്ച് കവിതകളെല്ലാം എഴുതിയിരുന്നത്. ഷിവൽറസ് മീൻസ് വാട്ട്? പീപ്പിൾ ലൈക്ക് നൈറ്റ്സ് അല്ലേ? എന്താണ്? വലിയ വലിയ ധീര യോദ്ധാക്കന്മാരെ, അതും മിഡീവൽ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അത്തരത്തിലുള്ള ധീര യോദ്ധാക്കളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കവിതകളാണ് ആ കാലഘട്ടങ്ങളിൽ, കീറ്റ്സ് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പൊതുവെ ആളുകൾ എഴുതിയിരുന്നത്. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ത്രീ രൂപങ്ങളെ ആണ് കീറ്റ്സ് തൻ്റെ കവിതകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. Keats was a romantic poet. Romanticism, a movement said to have begun with the publication of lyrical ballads by William Wordsworth and Samuel Taylor Coleridge in the year 1798, is defined as a principal protest against classicism. കീറ്റ്സ് ഒരു റൊമാൻറ്റിക് പോയറ്റായിട്ടാണ് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. റൊമാൻറ്റിസിസം എന്നത് ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ആ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത് വില്യം വേർഡ്സ്വർത്തിൻ്റെയും സാമുവൽ ടേലർ കോളറിഡ്ജിൻ്റെയും ലിറിക്കൽ ബാലഡ്സ് എന്ന കൃതി പബ്ലിക്കേഷൻ ഇൻ ദ ഇയർ 1798. ലിറിക്കൽ ബാലഡ്സിൻ്റെ പബ്ലിക്കേഷനോടുകൂടിയാണ് ഔദ്യോഗികമായി റൊമാൻറ്റിസിസം തുടങ്ങിയത് എന്നാണ് വിശ്വസിച്ച് വരുന്നത്. റൊമാൻറ്റിസിസം എന്നത് ക്ലാസിസിസത്തിന് എതിരായി വന്ന ഒരു മൂവ്മെൻറ്റാണ്. ദോ in 1798 is considered the year of the inaugurated Romanticism. Romantic strains are visible in the poetry of William Blake, published a decade prior to Lyrical Ballads. 1798 ലിറിക്കൽ ബാലഡ്സിൻ്റെ പബ്ലിക്കേഷനോടുകൂടിയാണ് ഔദ്യോഗികമായി റൊമാൻറ്റിസിസം സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെയും വില്യം ബ്ലേക്കിനെ പോലെയുള്ള എഴുത്തുകാർ ആ ഒരു റൊമാൻറ്റിസിസം, അത്തരത്തിലുള്ള കവിതകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡെക്കേഡ്സിന് മുന്നേ എഴുതിയിരുന്ന വില്യം ബ്ലേക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളിലും നമുക്ക് കാണാൻ സാധിക്കും. Romanticism is a kind of liberalism brought into literature following the ideal of French Revolution, such as liberty, equality and fraternity. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം അതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് കവിതകളിലും കലകളിലും വന്ന ചില മാറ്റങ്ങളെയാണ് നമ്മൾ റൊമാൻറ്റിസിസമായിട്ട് കാണുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ 5th May 1789 to 9th November 1799. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് കൂടിയാണ് റൊമാൻറ്റിസിസത്തെ നമ്മൾ കാണുന്നത്. റൊമാൻറ്റിസിസം അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നുള്ളത്. Though generally critical to Enlightenment rationalism, എൻലൈറ്റൻമെൻറ്റ് റാഷണലിസത്തിന് ക്രിട്ടിക്കലായിട്ടാണ് റൊമാൻറ്റിസിസം എല്ലാം ഉണ്ടായി വരുന്നത്. ദ റൊമാൻറ്റിക് റിവൈവൽ ഷെയർസ് വിത്ത് എൻലൈറ്റൻമെൻറ്റ് ആൻഡ് ഇൻറ്റൻസ് ഫോക്കസ് ഓൺ ദ പവർ ഓഫ് ഹ്യൂമൻ മൈൻഡ്. മനുഷ്യൻ്റെ അവഗാഹം അല്ലെങ്കിൽ അവബോധം അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പല തലങ്ങളെയാണ് റൊമാൻറ്റിസിസത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. Accordingly, self-division, solitude, subjective longing, all these aspects of the subjectives are taken in the starting point and the theme of mainly romantic writings. പ്രധാനമായിട്ടും സെൽഫ് ഡിവിഷൻ, സോളിറ്റ്യൂഡ് മീൻസ് ഏകാന്തത, സബ്ജക്റ്റീവ് ലോങ്ങിങ് ആരോടെങ്കിലുമുള്ള വിരഹം അല്ലെങ്കിൽ അവരെ തിരിച്ചു കിട്ടുവാൻ അല്ലെങ്കിൽ അവരെ ഓർത്തുകൊണ്ടുള്ള ആ വിരഹം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് റൊമാൻറ്റിക് റൈറ്റിങ്ങിൽ പൊതുവെ ഒരു ജനറലായിട്ട് പറയുമ്പോൾ അതിലധികവും കാണുന്നത്. The romantic movement in its first phase was represented by William Wordsworth, Samuel Taylor Coleridge and Robert Southey, and in the later phase by the social revolutionists, if not anarchists, like Lord Byron, P.B. Shelley and John Keats. റൊമാൻറ്റിസിസത്തിന് പല ഫേസുകൾ പറയപ്പെടാറുണ്ട്. അതിൽ 2 ഫേസുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റൊമാൻറ്റിസിസത്തിൻ്റെ ആദ്യ പാദത്ത് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടേലർ കോളറിഡ്ജ്, റോബർട്ട് സദേ.
റൊമാൻറ്റിസിസത്തിൻ്റെ രണ്ടാമത്തെ ഫേസിൽ വരുന്നതാണ് ജോൺ കീറ്റ്സ്. അദ്ദേഹത്തിനൊപ്പം തന്നെ ഉള്ള ആളാണ് ലോർഡ് ബൈറൻ, പി ബി ഷെല്ലി. ലോർഡ് ബൈറനെയും പി ബി ഷെല്ലിയെയും ജോൺ കീറ്റ്സിനെയും ഒരു സോഷ്യൽ റവല്യൂഷണറീസ് ആയിട്ടാണ് ആളുകൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു അനാർക്കിസ്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററായിട്ടാണ് പ്രത്യേകിച്ചും ഷെല്ലിയെ പോലുള്ള എഴുത്തുകാരെ ലിറ്റററി ക്രിറ്റിക്സൊക്കെ കാണുന്നത്. ഒരു അനാർക്കിസ്റ്റ് ആയിട്ടൊക്കെയാണ് കാണുന്നത്. The wildering nature, the loss of individual within the soul, and the creative power of the human imagination were so central to the later phase. ഹ്യൂമൻ ഇമാജിനേഷനും ഇൻഡിവിജ്വൽ ഒരു വ്യക്തി പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം, അതിൻ്റെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചെല്ലാമാണ് അവസാന പാദങ്ങളിൽ റൊമാൻറ്റിസിസത്തിൽ പറഞ്ഞിട്ടുള്ളത്. Now we are moving on to Ode to Autumn. Ode to Autumn, written on 19th September 1819. Ode to Autumn പബ്ലിഷ് ചെയ്യുന്നത് 19th September 1819 The height of Keats' poetic skills is, according to F.R. Lewis, about the Shakespearean theme, the ripeness is all in King Lear, the acceptance of death and rebirth by death. F.R. Lewis അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വർക്കിൽ ഷേക്സ്പിയറിയൻ തീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള കിങ് ലിയർ എന്ന നാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലൈനാണ് റൈപ്നെസ് ഈസ് ഓൾ എന്നത്. എന്താണ് റൈപ്നെസ് ഈസ് ഓൾ എന്ന് ഉദ്ദേശിക്കുന്നത്? എല്ലാം ആ പാകമാകുന്ന അവസ്ഥയിലാണ് എല്ലാം കൃത്യമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യൗവനമാണ് അതിൻ്റെ റൈപ്നെസ്. പഴങ്ങളാണെങ്കിലോ അതിൻ്റെ ആ പഴുത്ത് തുടുത്തു നിൽക്കുന്ന ആ അവസ്ഥയാണ് അതിൻ്റെ എല്ലാം തന്നെയുമുള്ളത്. ആൻഡ് ദ ആക്സെപ്റ്റൻസ് ഓഫ് ഡെത്ത് ആൻഡ് റീബേർത്ത് ബൈ ഡെത്ത്, മരണത്തെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും മരണത്തിന് ശേഷം ഒരു വീണ്ടും ജനനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു പ്രിൻസിപ്പിളിനൊക്കെ അദ്ദേഹം F.R. ലെവിസ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ കീറ്റ്സിൻ്റെ പോലെയുള്ള കവികളിലെ കഴിവിൽ അല്ലെങ്കിൽ അവരുടെ വർക്കുകളിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. Described by Alan Tate as a nearly perfect piece of style, the poem is an attempt to find beauty in the neglected, pelamogous aspects of nature and life, like Coleridge's dejection and Keats' own melancholy. F.R. ലെവിസിനെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കാണ് അലൻ ടേറ്റ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കീറ്റ്സിൻ്റെ കവിതകൾ ഇറ്റ് ഈസ് നിയർലി പെർഫെക്റ്റ് പീസ് ഓഫ് സ്റ്റൈൽ. സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കീറ്റ്സിൻ്റെ സ്റ്റൈലിനെ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അലൻ ടേറ്റ്. അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് നിയർലി പെർഫെക്റ്റ്, അത് ഏറ്റവും പെർഫെക്റ്റ് ആണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ക്രിട്ടിക് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റു വർക്കുകളാണ് കോളറിഡ്ജിൻ്റെ ഡിജക്ഷൻ, അതുപോലെ കീറ്റ്സിൻ്റെ മെലൻകളി. The critical consciousness about the ode to celebrate is a pagan on the season of autumn, with its fruitfulness, its flowers, and the song of the swallows gathering for migration. ജോൺ കീറ്റ്സ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് പേഗൻ ആയിട്ടുള്ള ഇമേജുകൾ കാണാൻ കഴിയും. എന്താണ് പേഗൻ? ക്രിസ്ത്യാനിറ്റിക്ക് മുൻപേ ഉള്ള ഗ്രീക്ക്, റോമൻ ദേവതകളെയും അവിടെ ഉണ്ടായിരുന്ന ആചാര അനുഷ്ഠാനങ്ങളെയും എല്ലാം പൊതുവെ വിളിക്കുന്നതാണ് പേഗൻ എന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ദേവതകളെയും അന്നത്തെ സെലിബ്രേഷനുകളെയും അന്നത്തെ കസ്റ്റംസിനെയും കൾച്ചറിനെയും എല്ലാം തന്നെയും നമുക്ക് ജോൺ കീറ്റ്സിൻ്റെ കവിതകളിൽ കാണാൻ സാധിക്കും. ക്ലിയർ? ഈ കവിതയിലും ദർ ഇസ് എ സെലിബ്രേഷൻ ഓഫ് ഓട്ടം. ഓട്ടം എന്ന സീസണിൻ്റെ സെലിബ്രേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദ ഫ്രൂട്ട്ഫുൾനെസ്, ദ ഫ്ലവേഴ്സ് ആൻഡ് ദ സ്വാലോസ് ഗ്യാദറിങ് ഫോർ മൈഗ്രേഷൻ. സ്വാലോസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്ലൂ ബേർഡ്. ആ പക്ഷികളുടെ പാട്ട് അത് മൈഗ്രേഷന് വേണ്ടിയിട്ട് ആകാശത്തിലൂടെ പറന്നു പോകുന്നതിനെക്കുറിച്ചും എല്ലാം തന്നെയും അദ്ദേഹം കീറ്റ്സ് തൻ്റെ ഓഡ് ടു ഓട്ടം എന്ന ഈ കവിതയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. In the poem, divided into 3 stanzas of 11 lines written in iambic pentameter, Keats attempts to find the beauty in the lengthened days. So,
അദ്ദേഹത്തിൻ്റെ കവിതയായിട്ടുള്ള ഓട്ട് ടു ഓട്ടത്തിനെ 3 സ്റ്റാൻസകളാക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റാൻസയിലും 11 വരികളടങ്ങുന്ന 3 സ്റ്റാൻസകളായിട്ടാണ് ഓട്ട് ടു ഓട്ടം അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഓട്ട് ടു ഓട്ടം എന്ന ഈ ഒരു കവിത അതിൽ അയംബിക് പെൻറ്റാമീറ്റർ എന്ന മീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അയംബിക് പെൻറ്റാമീറ്റർ എന്താണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. Keats' attempt to find the beauty and the lengthened days, chilly weather, the brown fields of fall, the time just before the winter squishes the last bit of warmth and everyone retreats from their fires and call hot cider. The first stanza addressed to the autumn as the close bosom friend of the sun. The second describes it as a female pagan goddess, and the third consoles by asking listen to its own music. Sensuous synthetic imagery of each stanza makes the poem, according to Harold Bloom, as close to perfect as any shorter poem in the English language. മറ്റൊരു പ്രശസ്തനായിട്ടുള്ള ക്രിട്ടിക്കാണ് ഹെറോൾഡ് ബ്ലൂം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ആസ് ക്ലോസ് ടു പെർഫെക്റ്റ് ആസ് ദ എനി ഷോർട്ടർ പോയം ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുള്ള കവിതകളിലെ ചെറിയ കവിതകളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കവിതയായിട്ടാണ് ഓട്ട് ടു ഓട്ടത്തിനെ അവർ കണ്ടിരുന്നത്. നൗ ലെറ്റ് us മൂവ് ഓൺ ടു വാട്ട് യു മീൻ ബൈ അയംബിക് പെൻറ്റാമീറ്റർ. അയംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അയാംബ് എന്താണ്? അയാംബ് means unstressed followed by a stressed syllable. Iambic means unstressed followed by a stressed syllable. ഒരു വാക്കിനെ സിലബിൾ ആയി നമുക്ക് മുറിക്കാൻ കഴിയും അല്ലേ. യു നോ സിലബിൾ ഒരു മോണോ സൗണ്ടാണ് സിലബിൾ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ വാക്ക് ആദ്യത്തെ സിലബിൾ സ്ട്രെസ് ഇല്ലാത്തതും തൊട്ടടുത്ത സിലബിൾ സ്ട്രെസ്സോട് കൂടിയ സിലബിളും വരുന്ന രീതിയിലാണ് അയാംബ് ചിട്ടപ്പെടുത്തുന്നത്. അയാംബിക് പെൻറ്റാമീറ്റർ എന്നാണ് പറയുന്നത്. പെൻറ്റാ മീൻസ് 5. അങ്ങനെ ഒരു വരിയിൽ 5 അയാമ്പുകൾ വരുന്ന രീതിയിലാണ് വരികൾ ചിട്ടപ്പെടുത്തുക. അങ്ങനെ ചിട്ടപ്പെടുത്തുന്ന വരികളെയാണ് അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ വരി നോക്കാം. സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് മെല്ലോ ഫ്രൂട്ട്ഫുൾനെസ്. സൺ. സോ സി എന്ന ആദ്യത്തെ സിലബിൾ ഇറ്റ് ഈസ് അൺസ്ട്രെസ്ഡ്. സൺ ഇസ് എ സ്ട്രെസ് സിലബിൾ. അവിടെ ആദ്യത്തെ അയാമ്പ് വന്നു കഴിഞ്ഞു അല്ലേ. സൺ അൺസ്ട്രെസ്ഡ് ഫോളോഡ് ബൈ എ സ്ട്രെസ് സിലബിൾ. അങ്ങനെ നോക്കുന്ന സമയത്ത് മൊത്തം ആ വരികൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 തവണ അത്തരത്തിൽ അൺസ്ട്രെസ്ഡ് ഫോളോഡ് ബൈ സ്ട്രെസ്ഡ് സിലബിൾ. ആ വരികളെ ഓരോ സിലബിളുകളായി മുറിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അൺസ്ട്രെസ്ഡ് ഫോളോഡ് ബൈ സ്ട്രെസ്ഡ് അത് ആദ്യത്തെ അയാമ്പ്. വീണ്ടും അൺസ്ട്രെസ്ഡ് ഫോളോഡ് ബൈ സ്ട്രെസ്ഡ്. അങ്ങനെ 5 തവണ റിപ്പീറ്റ് ചെയ്ത് ഒരേ വരിയിൽ വരുമ്പോഴാണ് അതിനെ അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓഡ് ടു ഓട്ടം എന്ന ജോൺ കീറ്റ്സിൻ്റെ ഈ ഒരു കവിതയിൽ 3 സ്റ്റാൻസാസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി അല്ലേ. 3 സ്റ്റാൻസയിൽ ഓരോ സ്റ്റാൻസയിലും 11 വരികളടങ്ങുന്ന ഒരു കവിതയാണ് ഓഡ് ടു ഓട്ടം എന്നത്. ആദ്യത്തെ ഒരു സ്റ്റാൻസയിൽ അദ്ദേഹം ഓട്ടമിനെയും ഓട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സണ്ണിൻ്റെയും ഒരു കോൺസ്പിറസിയെക്കുറിച്ച് പറയുകയും രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഒരു പേഗൻ ഗോഡസിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വരികളെയും മൂന്നാമത്തെ സ്റ്റാൻസയിൽ ഓട്ടത്തിൻ്റെ സമയത്തുള്ള മ്യൂസിക് സംഗീതത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ സംഗീതം ആ പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. അങ്ങനെ 3 സ്റ്റാൻസാസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ കൂടി നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ആൻ ഓഡ്? ഓഡ് is an
is a type of lyrical stanza. It is an elaborate structured poem praising or glorifying an event or individual, describing nature intellectually as well as emotionally. That is ode. And this is an ode to autumn. And what do you mean by autumn? Autumn ഏതാണ് സീസൺ? വി ഹാവ് 6 seasons. അതിലെ ഒരു സീസണാണ് ഓട്ടം. ഓട്ടം ദ സീസൺ ആഫ്റ്റർ സമ്മർ ആൻഡ് ബിഫോർ വിൻ്റർ. ഒരു ശക്തമായിട്ടുള്ള ഒരു സമ്മർ കാലഘട്ടത്തിന് ശേഷം വിൻ്ററിലേക്ക് നീങ്ങുന്നതിൻ്റെ ഇടയിലുള്ള ഒരു സീസണാണ് ഓട്ടം. സോ ശക്തമായിട്ടുള്ള സമ്മറുണ്ട്. ആ സമ്മറിന് ശേഷം ചെടികളെല്ലാം മരങ്ങളെല്ലാം ഇല പൊഴിക്കുകയും അങ്ങനെ വരാൻ പോകുന്ന വിൻ്റർ ശൈത്യകാലത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്നതായിട്ട് പ്രകൃതി ഒരുങ്ങുന്നതായിട്ടുള്ള ഒരു സീസണാണ് അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റാണ് ഓട്ടം എന്ന് പറയുന്നത്. യു ഹാവ് ദ പിക്ചർ ഓഫ് ഓട്ടം റൈറ്റ് ദർ. സോ ദാറ്റ് ഈസ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ode to autumn.